ജനകീയ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന ആശയമാണ് തനിക്കുള്ളതെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും പൊന്നാനി മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ട് ഇതുപോലൊരു കോലീതി ബന്ധത്തെക്കുറിച്ച് പരാതി ഉയർന്ന സമയത്ത് എല്ലാവരും നിഷേധിച്ചിരുന്നെങ്കിലും കൂടി പിന്നീട് മാരാരുടെ ഓർമ്മ പുസ്തകത്തിലൊക്കെ അത് സ്വയം സമ്മതിച്ചല്ലോ. വടകരയിലും ഇവിടെ ബേപ്പൂരിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പാഴായിപ്പോയ പരീക്ഷണം എന്നാണ് ആ ഹെഡിങ് ആ പുസ്തകത്തിൽ. അപ്പോൾ പിന്നീട് അതെല്ലാവരും സമ്മതിച്ചൊരു കാര്യമായിരുന്നു, ഒരു അന്തർധാരയായിരുന്നു. ഇത്തവണ അതിനേക്കാൾ ബലവത്തായ തെളിവുകളാണ് ലഭിച്ചു വരുന്നത്. ഒന്ന്, ഇപ്പോൾ മലപ്പുറത്ത് BJP സ്ഥാനാർത്ഥി ആരാണ്? ഡോക്ടർ സലാം അല്ലേ, അബ്ദുസലാം മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിരുന്ന ആളാണ്. സാധാരണ VC രംഗത്തൊക്കെ ഒരാളെ വെക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ചല്ലേ വെക്കുള്ളൂ, ഓൺ ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ആൾ എന്ന് പലതവണ പരാമർശിച്ചിട്ടുള്ളതും പരാമർശിക്കപ്പെട്ട വ്യക്തിയും അങ്ങനെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങളൊക്കെ പലതവണ. പൊന്നാനിയിൽ മാറ്റത്തിന്റെ കാറ്റുവീശുന്നുണ്ട്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എതിർചേരിയിൽ നിന്നുപോലും വലിയ തോതിൽ തനിക്ക് വോട്ടുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെ വലിയ ആശങ്കയിലാണ്. മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിയമോപദേശങ്ങൾ പഠിച്ചും വസ്തുതകൾ മനസ്സിലാക്കിയുമാണ് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നത്. എന്നാൽ ആലോചിച്ചു പറയാമെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത്. സ്വാഭാവികമായി ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നതിലും അത് വോട്ടായി മാറുമെന്നതിലും സംശയമില്ല. പാർലമെന്റിന്റെ പൗരത്വ നിയമം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വേണ്ടത് ചെയ്യാതെ കോടതി കയറിയിറങ്ങുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. അണികളെ ഇത്തരത്തിൽ കബളിപ്പിക്കാനാണ് ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊന്നാനി മണ്ഡലം ഇത്തവണ മാറി ചിന്തിക്കുകയാണ്. പരമ്പരാഗതമായി ഇടതുപക്ഷം പ്രതീക്ഷിക്കാത്ത കുറെ പുതിയ വോട്ടുകൾ ഇത്തവണ തനിക്ക് ലഭിക്കും. അത് കൂടുതലും മുസ്ലിം ലീഗിൽ നിന്നു തന്നെയായിരിക്കുമെന്നതിൽ തർക്കവുമില്ല. പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥിയായ താൻ അപ്രസക്തനാണെന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ വിമർശനത്തോട് ഇപ്പോൾ ഒന്നും തന്നെ പറയാനില്ല. കാത്തിരുന്നു കാണുക എന്നു മാത്രം. നേരത്തെയും ഇതുപോലെ അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം പരാമർശങ്ങളെല്ലാം പിന്നീട് അവരെ നിരാശരാക്കുകയാണ് ചെയ്തത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ മണ്ഡലത്തിലെ റെയിൽവേ രംഗത്ത് വലിയ വികസനമാണ് പ്രധാനപ്പെട്ടത്. പല ട്രെയിനുകൾക്കും നിലവിൽ സ്റ്റോപ്പില്ലാതായിട്ടുണ്ട്. ജനങ്ങളുടെ കാലങ്ങളായുള്ള അവകാശമാണിത്. പല പദ്ധതികളും അവതാളത്തിലാണ്. കേന്ദ്ര പദ്ധതികൾ പലതും ചുവപ്പുനടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രധാനപ്പെട്ട 3 ഹാർബറുകൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് നമ്മുടെ പൊന്നാനി മണ്ഡലം. ഈ ഹാർബറുകളെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. ഇവിടെ പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുമുണ്ട്. വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും പിന്നാക്കമാണ്. അതിനാൽ LDF അധികാരത്തിൽ വരുമ്പോൾ ഇവയ്ക്കെല്ലാം മാറ്റമുണ്ടാകുമെന്നത് ഉറപ്പു നൽകുമെന്നും KS ഹംസ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളാഞ്ചേരി പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555575.